നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടിട്ടുണ്ട് വ്യക്തിത്വ ശുചീകരണം അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് നാം അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യകരമായി വിമർശിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യകരമായി വിമർശിക്കപ്പെടുകയും ചെയ്യണം. അതായിരിക്കണം നമ്മുടെ വ്യക്തിത്വം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ രാജീവ് ബദ്രു. നമ്മുടെ സമൂഹത്തിലെ ആര് എന്ത് ചെയ്താലും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ആരോഗ്യകരമായി വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കപ്പെടുകയും ചെയ്യണം. അത് രാഷ്ട്രീയം ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ. പക്ഷേ ഇവിടെ എല്ലാം എനിക്കും നിങ്ങൾക്കും എല്ലാം ഓരോ രാഷ്ട്രീയമുണ്ടാകാം. ആ രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാം ഓരോ കൊടിയുടെ കീഴിൽ അതിൻ്റെ വേര് പിടിച്ച് ഒത്തുചേരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏത് തത്വശാസ്ത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആളും ആയിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ അത് അംഗീകരിക്കപ്പെടണം. അതായിരിക്കണം നമ്മുടെ വ്യക്തിത്വം. കഴിഞ്ഞ സർക്കാർ, നമ്മളൊരു സർക്കാരിനെയും മോശമായി പറയാനോ നല്ലതാക്കി പറയാനോ അല്ല. നമ്മളെല്ലാം വോട്ടറാണ്. അപ്പം നമുക്ക് പറയാനുള്ളതും നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. ആരോഗ്യകരമായ രീതിയിൽ തന്നെ അത് പറയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ സർക്കാർ 10 വർഷം നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി ഒരു ഭരണകൂടമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഒരു വലിയ നീണ്ട പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിമർശിക്കപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് 10 വർഷം സമയം കിട്ടിയിട്ടും അവർ ഇവിടുത്തെ ലഹരി മാഫിയക്കെതിരെ ഒരു വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു അധികാരത്തിലേക്കായ ആ ഒരു ടൈമിൽ എത്തുമ്പോൾ അവർ വലിയ പരസ്യമൊക്കെ ചെയ്തു. ശ്രീ KP സുലതയും ഇന്നസെൻറ്റിനെയൊക്കെ വെച്ചുകൊണ്ട് മദ്യവർജനത്തിനെതിരെയും ലഹരികൾക്കെതിരെയൊക്കെ വലിയ ഒരു പോരാട്ടം നടത്തും, നമ്മുടെ മുന്നിലേക്ക് വലിയൊരു ഒരു സംഭവമൊക്കെ ചെയ്തു കൂട്ടും എന്നാണ് അവർ വാഗ്ദാനം ചെയ്തത്. പക്ഷേ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവർ വീടുകളിലേക്ക് മദ്യമെത്തിക്കാൻ പ്രത്യേകം ആപ്പ് വരെ നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ ഈ ഒരു സർക്കാർ വന്നിട്ട് ഒരു 1-1.5 മാസക്കാലം കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതിയിലൂടെ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതിയാണ്. അപ്പോൾ അദ്ദേഹം അതിലൂടെ ഇവിടുത്തെ പോലീസ് സേനയും എക്സൈസ് സേനയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടം നടത്തി ഏകദേശം 2000-ഓളം കേസുകൾ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 10 വർഷം നീണ്ട പീരീഡ് കിട്ടിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു 1-1.5 മാസം കൊണ്ട് ഇദ്ദേഹം ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ തീർച്ചയായും രാഷ്ട്രീയത്തിനപ്പുറം, നമ്മളെല്ലാം ഏത് രാഷ്ട്രീയത്തിൻ്റെ ആളുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. സമൂഹത്തിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ആണ് തീർച്ചയായും. വരാൻ പോകുന്ന തലമുറയും ഇപ്പം നിലവിലുള്ള തലമുറയും ഒക്കെ വഴിവഴിച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഓപ്പറേഷൻ തുഫാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ മാത്രം പിന്തുണ പോരാ, അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന് ഒരു 10 വർഷം ദീർഘ പീരീഡ് കിട്ടിയിട്ട് ആർക്കും മുൻകാലങ്ങളിലൊന്നും ഒരു സർക്കാരിനും കിട്ടിയിട്ടില്ലാത്ത പോലെ ദീർഘ പീരീഡ് കിട്ടിയിട്ട് ഒരു പൊതുജനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പുതുതലമുറകൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്തരം മനോഹരമായ പല കാര്യങ്ങളും ആരോഗ്യകരമായ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുള്ള ഒരു സമയമുണ്ടായിട്ടും അവർ വേണ്ട ഒരു കാര്യം ചെയ്തില്ല. അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളണം. ഈ ഒരു ഓപ്പറേഷൻ തുഫാൻ ഒരു വലിയ വിജയത്തിലേക്ക് എത്തണം. കാര്യം അത് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. അപ്പം നമ്മൾ എല്ലാ പൊതുജനങ്ങളും അത് ഏറ്റെടുത്ത് അവരോടൊപ്പം പോലീസിനും എക്സൈസിനും സർക്കാരിനും ഒക്കെ ഒപ്പം ചേർന്ന് നിൽക്കണം എന്ന് ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായും അതായിരിക്കണം. നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം കൂടുതലും ഊട്ടിയുറക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം തീർച്ചയായും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേരുന്നു. ഈ സർക്കാരിൻ്റെ ഒരു വലിയ വിജയമായി തന്നെ ഈ ഒരു പദ്ധതി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം സമൂഹത്തിനും നല്ലൊരു നന്മയായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. നമസ്കാരം.